നമസ്കാരം. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളന വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 11ാം സമ്മേളനത്തിൻ്റെ 5ാം ദിവസമായ ഇന്ന് സജീവമായ ചർച്ചകളാണ് നിയമസഭയിൽ നടന്നത്. ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 2 ധന അഭ്യർത്ഥനകൾ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് സഭയിൽ നടന്നു. ചോദ്യോത്തര വേളയിൽ ചോദ്യങ്ങളുടെ പട്ടികയിലെ 3 ചോദ്യങ്ങൾക്ക് സഭയിൽ ബന്ധപ്പെട്ട മന്ത്രിമാർ വാക്കാൽ മറുപടി നൽകി. ജൈവ കാർഷിക മിഷൻ, കാർഷിക വിപണന കമ്പനി രൂപീകരണം, ഉന്നത വിദ്യാഭ്യാസ ഹബ്ബ് എന്നിവ സംബന്ധിച്ച അംഗങ്ങളുടെ ചോദ്യങ്ങൾക്കാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ ഇന്ന് മറുപടി പറഞ്ഞത്. ജൈവ കൃഷിരീതിയോടൊപ്പം പ്രകൃതി കൃഷി കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിന് നടപടികൾ കൈക്കൊള്ളുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് സഭയെ അറിയിച്ചു. ജൈവ കാർഷിക രീതിയോടൊപ്പം തന്നെ നാച്ചുറൽ ഫാമിംഗ് രീതി കൂടി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഇതിന്റെ ഭാഗമായി കൈക്കൊള്ളും. പോഷക സമൃദ്ധി മിഷനും ജൈവ കാർഷിക മിഷനും ഏകോപിപ്പിച്ച് നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തീർച്ചയായിട്ടും ഈ 2 മിഷനുകളുടെയും പ്രവർത്തനം ഏകോപിപ്പിച്ച് നടപ്പിലാക്കാനുള്ള നടപടി സ്വീകരിക്കും. വ്യാജ ജൈവ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിനും പരിശോധന നടത്തുന്നതിനുമുള്ള നടപടികൾ സർക്കാർ കൈക്കൊണ്ടിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കി. വളം വിൽപ്പനശാലകളിൽ നിന്നും ജൈവവളങ്ങളുടെ സാമ്പിളുകൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുന്നുണ്ട്. ഓർഗാനിക് വളങ്ങൾ എന്ന പേരിലും വ്യാജമായി ഇതെല്ലാം വരുന്നത് ശ്രദ്ധയിൽപ്പെടുന്നിടത്തെല്ലാം കൃത്യമായ എന്നവണ്ണമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സർക്കാർ പദ്ധതികൾ നടപ്പാക്കുന്നതായും കൃഷിവകുപ്പ് മന്ത്രി അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളൊരു കർഷകനാണ് ഏറ്റവും മികച്ച കർഷകനായിട്ട് വന്നതെല്ലാം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എത്രയാണ് വരുമാനം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു പ്രതിമാസം 6 ലക്ഷം രൂപയ്ക്ക് മുകളിലാണെന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഒന്നുകൂടി ഓർത്ത് ഞങ്ങൾ എല്ലാവരും കുഞ്ഞാലിക്കുട്ടി സാഹിബ് പതിനും പറഞ്ഞു ഇതിന് ടാക്സും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉള്ള ഇടങ്ങളുണ്ട്. നമുക്ക് കൂടുതലായി ഇവരെ ഏറ്റവും നല്ല വരുമാനത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഇടത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നതിനുള്ള നടപടി നമ്മൾ സ്വീകരിക്കണം. കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കുന്നതിനുള്ള വിവിധ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീമതി ആർ ബിന്ദു പറഞ്ഞു. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ 6000 കോടി രൂപയാണ് കേരളം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ലേറ്റസ്റ്റ് ഇക്കണോമിക് റിവ്യൂ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നത് തടയാൻ നിരവധി പ്രവർത്തനങ്ങളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. 4 വർഷ ബിരുദം, പുതുതലമുറ കോഴ്സുകൾ, ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് തുടങ്ങിയവ ഇതിന്റെ ഭാഗമായാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 6000 കോടി രൂപയാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് എന്നും മന്ത്രി അറിയിച്ചു. പുറമേ നിന്നുള്ള വിദ്യാർത്ഥികളെ കൂടി കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ നടപടികൾ സ്വീകരിക്കുന്നത്. അതുപോലെ ഏറ്റവും പുതിയ ന്യൂ ജനറേഷൻ കോഴ്സുകൾ കൂടുതലായിട്ട് ലഭിക്കാൻ സാധ്യതയുള്ള വിധത്തിലാണ് 4 ഇയർ UG പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കുടിശ്ശിക സംബന്ധിച്ച് പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശികയായതുമൂലം ജനങ്ങൾ ദുരിതത്തിലായതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് ശ്രീ PC വിഷ്ണുനാഥും മറ്റ് 5 പേരുമാണ് നോട്ടീസ് നൽകിയത്. റൂൾ 50 സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക ആയതുമൂലം ജനങ്ങൾ ദുരിതത്തിലായതായി പറയപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യുന്നതിനായി സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് സർവശ്രീ PC വിഷ്ണുനാഥ്, N ഷംസുദ്ദീൻ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി C കാപ്പൻ, ശ്രീമതി KK രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. സാമൂഹിക സുരക്ഷാ പെൻഷൻ പൗരന്റെ ഭരണഘടനാപരമായ അവകാശമാണ് എന്ന് ശ്രീ PC വിഷ്ണുനാഥ് പറഞ്ഞു. ഇത്തരം പദ്ധതികളിൽ നിന്ന് സർക്കാർ പിന്മാറുമെന്ന ആശങ്കയാണ് ഉള്ളതെന്നും അദ്ദേഹം ആരോപിച്ചു. സാർ, ഇതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയാണ് സാർ. ഒരു പൗരന് വാർദ്ധക്യം, ഭിന്നശേഷി, ദുർബലർ ഇവരെ സംരക്ഷിക്കുക എന്നുള്ളതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയിൽപ്പെടുന്നതാണ്. അതാണ് ആർട്ടിക്കിൾ 41 പറയുന്നത്. ഇതിൽ നിന്നും ഈ സർക്കാർ
പതിയെ പതിയെ പിന്മാറുന്നു എന്ന ആശങ്കയാണ് സാർ ഈ സഭയുടെ മുൻപാകെ ഞങ്ങൾ വയ്ക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 3 മാസത്തിനിടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 4 ഗഡു വിതരണം ചെയ്തതായി ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ പറഞ്ഞു. 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നും വിഷയം അടിയന്തര സ്വഭാവമുള്ളതല്ല എന്നും സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. സാമൂഹ്യ ക്ഷേമ പെൻഷൻ്റെ 4 ഗഡു കഴിഞ്ഞ 3 മാസത്തിനിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ അതിൻ്റെ പെൻഷൻ വിതരണം തുടങ്ങും. ഈ ആഴ്ച, അടുത്ത ആഴ്ച അതിൻ്റെ വിതരണം തുടങ്ങും. ഈ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ വന്നതിന് ശേഷം 96 മാസം കൊണ്ട് ഇതിനകം വിതരണം ചെയ്തത് 109 മാസക്കാലത്തെ ക്ഷേമ പെൻഷനാണ്. ഏതായാലും ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിനകത്ത് ഒരാശങ്കയും വേണ്ട. പാവപ്പെട്ട ജനങ്ങളെ ആശങ്ക തീറ്റിച്ച് അതിൻ്റെ പേരിൽ വോട്ട് ലഭിക്കാനുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രമേയം. കൃത്യമായി കൊടുക്കാമെന്ന് തീരുമാനിച്ച് പറഞ്ഞ LDF പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് സാർ. അതുകൊണ്ട് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള നേരത്തെ അഭിപ്രായം ഞാൻ ഒന്നുകൂടെ പറയുന്നു സാർ. യെസ്, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിൽ അനുമതി നിഷേധിക്കുന്നു. മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ സ്പീക്കർ സഭാ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. 6 മാസമായി പെൻഷൻ കൊടുക്കുന്നില്ല. 6 മാസത്തെ കുടിശ്ശിക ഇവിടെ നിൽക്കുന്നു. സാമൂഹ്യ സുരക്ഷ പെൻഷൻ കുടിശ്ശിക ഇവിടെ നിൽക്കുന്നു സാർ. അത് മന്ത്രിയുടെ കണക്കനുസരിച്ച് 62 ലക്ഷം, ഗവൺമെൻറ് ഉത്തരവിൽ 48 ലക്ഷം, ഇനി അതിൻ്റെ ഇടയിൽ ഒരു 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ. ഈ സർക്കാരിൻ്റെ നിഷേധാത്മകമായ സമീപനം, സാധാരണക്കാരോടുള്ള അവഗണന, ഇവരുടെ മുൻഗണനകളില്ലായ്മ, ഇവരിപ്പോഴും അത് തുടരുകയാണ് സാർ. അതിൽ ശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സഭയിൽ അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലുകൾക്ക് ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി നൽകി. വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ സമയക്രമം മൂലം മറ്റു ട്രെയിനുകൾ വഴിതിരിച്ചുവിടുന്നതിനാലുള്ള യാത്രാക്ലേശം സംബന്ധിച്ച് ശ്രീ P. മമ്മിക്കുട്ടി അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി ശ്രീ അബ്ദുറഹ്മാനും സുനാമി ബാധിതരെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന നഗറുകളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുന്നതിന് നടപടി ആവശ്യപ്പെട്ട് ശ്രീ CR മഹേഷ് അവതരിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മന്ത്രി ശ്രീ K. രാജനും മറുപടി നൽകി. റെയിൽവേയുടെ ബ്രൗൺ ബുക്കിൽ എറണാകുളം ഷൊർണൂരിൻ്റെ ഒരു പുതിയ ലൈന് കൂടി മുമ്പ് പ്രപ്പോസൽ ഉണ്ടായതാണ്. അതിന് ബഡ്ജറ്റ് വിഹിതം അനുവദിക്കാമെന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. അത് വരുമ്പോൾ ആ റൂട്ടിൽ കുറേ കൂടി യാത്രാ സൗകര്യം അത് തടസ്സമില്ലാതെ നടത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇതൊരു തുടർ പദ്ധതിയല്ല. അതിന് മറ്റനേകം പദ്ധതികൾ പോലെ തുടർന്ന് പല പദ്ധതികളും തുടർ സംവിധാനങ്ങൾ ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നുള്ളത് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിലും അടിയന്തരമായി ഈ 4 വകുപ്പുകളെ കൂടി കൂട്ടിയാലോചിച്ച് ധനകാര്യ വകുപ്പ് മന്ത്രിയായി കൂടിയാലോചിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തി നമുക്ക് ഏതെല്ലാം വിധത്തിലാണ് ഇതിനെ സഹായിക്കാവുന്നത്. ആകെ 10 സബ്മിഷനുകൾക്കാണ് ഇന്ന് സഭയിൽ മറുപടി നൽകിയത്. മണ്ണിലും വെള്ളത്തിലും കലരുന്ന മാലിന്യം മനുഷ്യ ആരോഗ്യത്തിനും ജീവനു തന്നെയും ഭീഷണിയായി മാറുകയാണ്. വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു പൊതുജനാരോഗ്യ വിഷയമാണ് ഇത് സർ. ബിൽഡർ പലപ്പോഴും ഇവിടെ STPകൾ നിർമ്മിച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പലയിടത്തും പിന്നീട് കിണറുകൾ കുഴിക്കുന്നതായി കാണുന്നുണ്ട്. ഇത് മലിനജലം ഇതിലേക്ക് കലരുന്നതിന് ഇടയാക്കും. അതുകൊണ്ട് എല്ലാ ഇങ്ങനെയുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങളിലും ഫ്ലാറ്റുകളിലും പൊതുതാമസ ഇടങ്ങളിലും ഒരു സെൽഫ് ഓഡിറ്റിംഗ് അതിനിപ്പോൾ ചുമതലയുള്ളവർ നടത്തണം. സംഭരിക്കുന്ന നെല്ലിൻ്റെ വില കൃത്യമായി നെൽകർഷകർക്ക് വിതരണം ചെയ്യാത്തതാണ് കർഷകരെ നെൽകൃഷി ഉപേക്ഷിക്കാൻ നിർബന്ധിതരാക്കുന്നത്. ദേശീയ തലത്തിൽ നടപ്പാക്കി വരുന്ന വികേന്ദ്രീകൃത ധാന്യ സംഭരണ പദ്ധതിയുടെ ഭാഗമായാണ് സംസ്ഥാനത്ത് നെല്ല് സംഭരണം നടന്നു വരുന്നത്. എന്നാൽ രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായി ഈ പദ്ധതി നടപ്പാക്കപ്പെടുന്നത് കേരളത്തിലാണ്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് പൂർണ്ണമായി സംഭരിക്കുന്നതും ഏറ്റവും ഉയർന്ന വില നൽകുന്നതും നമ്മുടെ സംസ്ഥാനത്താണ്. 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ 37-46 നമ്പർ ധനാഭ്യർത്ഥനകൾ മേലുള്ള ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് സഭയിൽ നടന്നു. 17 പേരാണ് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്. ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സംബന്ധിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ P. രാജീവ്, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ശ്രീമതി R. ബിന്ദു എന്നിവർ മറുപടി പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു സംരംഭകന്, ലോകമാകെ അറിയുന്ന സംരംഭകന് കേരളത്തിൽ ഫുഡ് പ്രോസസ്സിംഗ് എന്നുള്ള സീ ഫുഡ് പ്രോസസ്സിംഗ് ആക്കാൻ 3 വർഷത്തോളം എടുത്തു. ഇപ്പം നമ്മൾ മാറ്റി 10,000 രൂപ അടച്ചാൽ മതി, ആക്ടിവിറ്റി ചേഞ്ച് ചെയ്യാം. ഒരാൾ മരണപ്പെട്ടാൽ മക്കൾക്ക് കൈമാറാൻ പോലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് മാറ്റി പുതിയ പോളിസി വന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമ്മുടെ എസ്റ്റേറ്റുകൾക്കകത്ത് നല്ല മാറ്റം വരികയാണ്.
വയോജനങ്ങൾക്ക് എതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ 2007 MWPSC ആക്ട് അനുസരിച്ച് അതിൻ്റെ എല്ലാ പ്രൊവിഷൻസും നടപ്പാക്കാൻ കഴിയുന്ന വിധത്തിൽ 27 റവന്യൂ ഡിവിഷനുകളിലും മെയിൻ്റനൻസ് ട്രിബ്യൂണലുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. വ്യവസായങ്ങൾ എന്ന 37 നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ അഞ്ചാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്നതിനായി അനുവദിക്കണം ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ യെസ്, പ്രതികൂലിക്കുന്നവർ നോ, നിഷ്പക്ഷത പാലിക്കുന്നവർ എബ്സ്റ്റെയിൻ എന്ന ക്രമത്തിൽ വോട്ട് ചെയ്യേണ്ടതാണ്. സ്റ്റാർട്ട് പോളിംഗ്. യെസ് അനുകൂലിക്കുന്നവർ 68, പ്രതികൂലിക്കുന്നവർ 31, നിഷ്പക്ഷത പാലിക്കുന്നവർ നിൽ. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. സാമൂഹ്യ സുരക്ഷിതത്വവും ക്ഷേമവും എന്ന 46 നമ്പർ ധനാഭ്യർത്ഥനയുടെ പേരിൽ കാര്യവിവര പട്ടികയിൽ സൂചിപ്പിച്ചിട്ടുള്ള ലിസ്റ്റിൽ പ്രസ്തുത ധനാഭ്യർത്ഥനയ്ക്ക് നേരെ ഏഴാംകുളത്തിൽ കാണിച്ചിട്ടുള്ള തുക 2024-25 സാമ്പത്തിക വർഷത്തെ ചെലവുകൾ പൂർത്തീകരിക്കുന്ന അനുവദിക്കണമെന്ന് ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ സെയിം സ്ട്രെങ്ത്. ഉപക്ഷേപം പാസ്സായിരിക്കുന്നു. ഗ്രാന്റ് അനുവദിച്ചിരിക്കുന്നു. നടപടികൾ പൂർത്തിയാക്കി വൈകിട്ട് 4:30 സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഓർഡർ. സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്. ഇന്നത്തെ നിയമസഭാ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.